വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും എന്തായാലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്തായാലും ടപ്പേന്ന് ഇറങ്ങി നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മുടെ മറ്റേ കാർ ഷോറൂമിൻ്റെ ഒരു എപ്പിസോഡില്ലേ, ഒരു പാർട്ട് നമ്മളിട്ട അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഇതും കൂടെ കഴിയുമ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ തീരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാൻ വെളിയിലും കാണൊക്കെ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളെന്തായാലും ഗായ്സ് നമ്മുടെ GTR എടുത്തോണ്ട് ഇപ്പം നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു വില്ലേജിലും കാണൊക്കെ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, ഈ ഒരു വില്ലേജിലും കാണൊക്കെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മളാണെങ്കിലല്ലേ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരിടത്തും നിൽക്കാനും പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. അതുകൊണ്ട് തന്നെയായിട്ട് നമുക്കിപ്പോൾ സേഫ് പ്ലേസ് ആയിട്ട് ഒന്നും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളെന്തായാലും ഇവിടെ നിന്നത്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു GTR എടുത്തുകൊണ്ട് നേരെ എന്തായാലും ഗൈസ് നമ്മുടെ ഗൺ ഷോപ്പിലും ഞങ്ങളൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് സാധനങ്ങളും ഞങ്ങളൊക്കെ വേണം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്തായാലും പറയാം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ട് നേരെ എന്തായാലും ഗൺ ഷോപ്പിലോട്ട് എന്തായാലും പോവേണം. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം ഓടിച്ച് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗൺ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഈ ഒരു റൈറ്റ് കാണണം. ഓക്കെ, വണ്ടി ഇന്നലെ ശരിയാക്കിയതേ ഉള്ളൂ. ഓക്കെ, വലിയൊരു ഗൺ ഷോപ്പാണ്. അതല്ലാതെ അവിടെ ഒരു ഗൺ ഷോപ്പും കാണൊക്കെ ഉണ്ട്, പക്ഷേ അവിടത്തേക്കാളും കൂടുതൽ സാധനങ്ങളും കളക്ഷൻസൊക്കെ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഫുള്ളായിട്ടുള്ള ഐറ്റങ്ങളും ബാക്കി സാധനങ്ങളൊക്കെ നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും വാങ്ങിച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ റെഡിയാണ്. നമ്മുടെ ഈ ഒരു പിസ്റ്റല്, AK-47, സൂപ്പറാണ്. ഓക്കെ, പിന്നെ സ്നൈപ്പർ, റോക്കറ്റ് ലോഞ്ചറ്, ഞാൻ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് എല്ലാം നമ്മളെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോവാം. നമ്മളാണെങ്കിൽ ഇപ്പം എന്തായാലും നേരെ ഇവിടെ നിന്ന് നമ്മൾ നേരെ മാഫിയയുടെ വലിയൊരു ഹൗസും കണക്കുണ്ട്, അവിടെയാണ് നമ്മൾ പോകാനായിട്ടാണ്. അവന്മാർക്ക് കുറേ വീടുകളും കണക്കുണ്ട്, പക്ഷേ അതിലേറ്റവും മെയിനായിട്ടൊരു വീടുണ്ട്, അത് അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലെസ്റ്ററും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. ഇത് റിവെഞ്ചും കൂടെയാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇവിടെ നേരെ നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ എന്തായാലും അങ്ങോട്ട് പോവും. അങ്ങോട്ട് പോയിട്ട് നമ്മുടെ മാഫിയ ഗ്യാങ് ബോസിനെ അയാളുടെ ഫുൾ ടീംസും അയാളുടെ എല്ലാ വണ്ടികളും നമ്മുടെ വീടവന്മാർ കത്തിച്ചതുപോലെ തന്നെ കംപ്ലീറ്റ് അടിച്ച് നശിപ്പിച്ച് ഫുള്ള് കത്തിക്കാനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അതെന്തായാലും സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം എന്തായാലും ഗ്യാങ് ബോസിൻ്റെ വീടുകളൊക്കെ എത്തിയിട്ടുണ്ട്. ആ അറ്റത്ത് കണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നേരെ നല്ല മാസമായിട്ട് അങ്ങോട്ട് കയറി പോകാം. നമ്മുടെ ഈ വണ്ടി വെച്ചെങ്കിൽ എല്ലാം ഇടിച്ച് തകർത്ത് തരിപ്പണം. ഓക്കെ, നമ്മുടെ വീട് ഫുള്ള് കൊളാക്കി തന്ന ഇവനാണ്. ഓക്കെ, ഇവനങ്ങനെ ഇപ്പോൾ വീട് വേണ്ട. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം ഇടിച്ച് പൊളിക്കുകയാണ്. എൻ്റെ മോനെ ബൈക്കുകളെല്ലാം തന്നെ ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇതിട്ട് നമുക്ക് നേരെ എന്തായാലും എല്ലാത്തിനെയും അങ്ങ് ഇടിച്ചങ്ങ് പരിപ്പണാക്കാം. ഓക്കെ, നമ്മുടെ GTR ഞങ്ങളൊക്കെ പൊട്ടിത്തെറിക്കില്ല, അതൊക്കെ എങ്ങനെയെങ്കിലും അങ്ങ് മാറ്റിയിടാം. ഓക്കെ, ഞാനിങ്ങനെ ഇവിടെ GTR ഞങ്ങളൊക്കെ ഇവിടെ വെളിയിലും ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മോനെ ഇതാണ് നമ്മുടെ മാസ്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ AK-47 ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടികളും നശിപ്പിക്കുകയാണ്, ഒരു വണ്ടി പോലും ബാക്കി വയ്ക്കണില്ല. എല്ലാത്തിനും അങ്ങനെ ഐസൈഡ് അങ്ങ് അടിച്ച് പൊട്ടിക്കുകയാണ് ഞാൻ. ഓക്കെ ഗൈസ്, എന്തായാലും അവന്മാരങ്ങളൊക്കെ നൈസായിട്ട് എന്തായാലും ഇറങ്ങി എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ടാക്കി. ഇവിടെ എന്തായാലും വണ്ടികൾ കണക്കി ഇപ്പോൾ പൊട്ടിത്തെറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല, നമ്മുടെ വണ്ടിയൊന്നുമല്ലല്ലോ, വല്ലവൻ്റെ വണ്ടിയല്ലേ. പൊട്ടിത്തെറിക്കാതിരിക്കുക എന്തോ ചേട്ടൊക്കെ
എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എല്ലാം എന്തായാലും പൊട്ടിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എല്ലാ വണ്ടികളും ഓരോന്നോരോന്നാണ്ട് കത്തയാണ്. ഓക്കെ, കത്തട്ട് 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 എല്ലാം കത്തട്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. റോക്കറ്റ് ലോഞ്ചർ ഇട്ട് എല്ലാത്തിനെ പൊടിക്കും. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ അടിക്ക് നേരത്തിട്ട് ഇതെല്ലാം അവന്മാരെ ഷോറൂമത്തേക്കുള്ള വണ്ടികളും ബാക്കി കളക്ഷൻസും സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് മാറിയല്ലേ, നമ്മുടെ മണ്ടയ്ക്കൂടെ കിടന്ന് കത്തിളങ്ങല്ലേ. എൻ്റെ ആകുമ്പോൾ നല്ലൊരു പൊട്ടിത്തെറിയങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ അങ്ങനെ നല്ലൊരു പൊട്ടിത്തെറിയങ്ങളൊക്കെ നടക്കുകയാണ്. കുറച്ച് ഇങ്ങോട്ട് എന്തായാലും നീങ്ങി നിൽക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് പൊട്ടിക്കാം. ഓക്കെ, നമ്മളെന്തായാലും എല്ലാം എന്തായാലും പൊട്ടിക്കിടും. എൻ്റെ ആകുമ്പോൾ ഒരു വണ്ടി വേണ്ടേ മാറി, എന്തിനു വണ്ടി? നമ്മുടെ എത്ര വണ്ടികളാണ് നശിപ്പിച്ചല്ല, അതുകൊണ്ട് മാർക്ക് എന്തിനു വണ്ടി? ഓക്കെ, എൻ്റെ അമ്മ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാ വണ്ടികളെ അടിച്ച് തകർത്തേക്കാണ്. ഏകദേശം എല്ലാ എണ്ണം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഒന്ന് ബാക്കി എടുക്കണം. അവിടെ ഒരു GTR കിടക്കണേ, എല്ലാത്തിനും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എത്ര GTR എത്ര വണ്ടികളാണ് അവന്മാർ നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തിനാ മാറി വണ്ടി? ഓക്കെ ഗായ്സ്, ഓക്കെ ഞാൻ എന്തായാലും എല്ലാ വണ്ടികളും ഞാൻ നൈസായിട്ട് അങ്ങ് പൊട്ടിച്ചടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മാർക്ക് വണ്ടി വേണ്ട. വണ്ടി ഒരു സൈക്കിള്. ഓക്കെ, എല്ലാം തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ ഏകദേശം പൊട്ടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം പൊളിഞ്ഞ് തവിട് പൊടിയായിട്ടുണ്ട് ഇവൻ്റെ വീടും കാര്യങ്ങളും. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഏകദേശം ഇവിടെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഫുള്ളായിട്ട് എല്ലാത്തിനും അടിച്ച് ഇവിടെ ഒരു GTR ഇങ്ങനെ കിടപ്പുണ്ട്. ബാക്കിയെല്ലാം ഡീസ്പോണായി പോയിട്ടുണ്ട്. ഓക്കെ, എല്ലാ വണ്ടികളും പോയി. ഇതൊന്നും നമ്മളിങ്ങനെ ഇവിടെ എത്തിയാ എൻ്റെ ആകുമ്പോൾ നമ്മൾ അത്രയും ദൂരത്തുനിന്ന് തെറിച്ചു വീണാ ബെസ്റ്റ്. നമ്മളിനി ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിലിറങ്ങി അങ്ങ് വരെ പോകുമ്പോൾ നല്ല ടൈമാവും. ഓക്കെ, നമുക്ക് അകത്ത് കയറി എല്ലാത്തിനും അടിച്ച് നശിപ്പിച്ച് ഫുള്ളായിട്ട് അവർ വീടുകളൊക്കെ ബോംബ് വെച്ച് കംപ്ലീറ്റ് അങ്ങ് പൊട്ടിക്കാം. ശരി, ഇപ്പോൾ കുറേ ടൈമുകളൊക്കെ എടുക്കും അതുവരെ എത്താനായിട്ട്. ഓക്കെ, ഒന്നും കുഴപ്പമില്ല. ഓക്കെ നമ്മൾ കുറേ നേരം കിടന്ന് ഓടാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും അവിടെ എന്തായാലും എത്തിയിട്ട് എന്തായാലും കാണാം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ടോ. ഞാൻ അങ്ങോട്ട് തെറിച്ചു പോയതാണ്. ഓക്കെ, ഇവിടെ എന്തായാലും ഞാൻ ഇപ്പോൾ എല്ലാ വണ്ടികളും അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി മാത്രമേ കാണുന്നത് കത്തയാണ്, അല്ല ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സൈക്കിള് ഓപ്പ് പോട്ടെ അവനെന്തിനു വണ്ടി എല്ലാം പോട്ടെ നമുക്ക് എന്തിനു വണ്ടി പൊട്ടിച്ചളങ്ങ്. ഓക്കെ, അത് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പം നമുക്കെന്തായാലും നൈസായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാത്തിനും കയറി അങ്ങ് അടിച്ചെന്നാലും അങ്ങ് പൊട്ടിക്കും. എല്ലാം പൊട്ടട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ റിവഞ്ചും അങ്ങനെ ഫൈനലി അങ്ങനെ കഴിഞ്ഞേക്കാണ്. നമ്മളങ്ങനെ മാഫിയര ഇത് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ഇവിടെ സ്റ്റിക്കി ബോംബ് എറിയൊക്കെ കംപ്ലീറ്റ് എന്താ ഫുൾ അങ്ങ് സ്റ്റിക്കി ബോംബ് എറിയാണ്. ഓക്കെ, മാർക്ക് എന്തിനു വീട്? നിങ്ങൾ തന്നെ പറയൂ, മാർക്ക് എന്തിനാണ് വീട്? ടെൽ മീ, മാർക്ക് എന്തിനാണ് വീട്? പറ മാർക്ക് എന്തിനാണ് വീട്? നമ്മൾ ഇവന്മാരെ കുറച്ച് വണ്ടികൾ എന്തൊക്കെയോ നമ്മളെ പണ്ടൊന്നും അടിച്ചു മാറ്റിയിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇവന്മാർ ഇങ്ങനെ പൊട്ടിക്കുന്നത്. തൊട്ടപ്പുറത്ത് കോളേജാണ്, അത് പൊട്ടിത്തെറിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വീട് പോയതാണ്. ഓക്കെ, എൻ്റെ വീട് പോകേണ്ടതിനെ ഫുള്ളായിട്ട് നശിപ്പിക്കാനായിട്ട് വേണം അവൻ്റെ വീട്. ഓക്കെ, അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഓക്കെ എന്തായാലും ഗായ്സ്, എന്തായാലും നമുക്കെന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഏതാണ് ഞാൻ എന്തായാലും സ്റ്റിക്കി ബോംബുകളൊക്കെ എന്തായാലും എറിയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഇവിടെ എന്തായാലും സ്റ്റിക്കി ബോംബുകളൊക്കെ എന്തായാലും എറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിനു വീട്? അതുകൊണ്ടാണ്. ഓക്കെ, ഫുള്ളങ്ങ് പൊട്ടിത്തെറിക്കട്ടെ. ഓക്കെ, എന്തിനു വീട് പിന്നെ? ഓക്കെ, ഞാനപ്പോൾ എല്ലാം ഒരെണ്ണം എടുത്തെറിയും. അവസാനമായിട്ട് ഒരെണ്ണം കൂടെ ഇറങ്ങിയിട്ട് പോകാം. ഓക്കെ ഞാൻ എല്ലാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എല്ലാം കൂടെ അങ്ങ് പൊട്ടിച്ചങ്ങ് എറിയാം.
ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം ഇവിടെ ഫുള്ളായിട്ട് ബോംബും ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ നൈസായിട്ട് അങ്ങ് പൊട്ടിക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് നേരെ വണ്ടിങ്ങളൊക്കെ ഇവിടെ നൈസായിട്ട് നമുക്ക് എന്തായാലും നിർത്താം. ഓക്കെ, നമുക്കിവിടെ നല്ല ലൈവായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഓക്കെ ഇപ്പം ഞാൻ പൊട്ടിക്കാനായിട്ട് പോവാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ എല്ലാം എന്തായാലും പൊട്ടി തെറിച്ചിട്ടുണ്ട്. അവിടെ ഫുള്ളായിട്ട് കത്തി എന്തായാലും ചാമ്പലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് ഞാൻ എന്തായാലും ഉടനെ തന്നെ എന്തായാലും നാളെ എന്തായാലും ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് എന്തായാലും എൻ്റെ ആവുകയാണ്. ഓക്കെ, ഇതായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.